അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ അക്കീദയാണ് നോക്കുന്നത്. അക്കീദയിലെ ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം മക്കയാണ്. അപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തേത് ആമിന ബീവി നബിതങ്ങളുടെ ആരാണെന്നാണ്. നബിതങ്ങളുടെ ഉമ്മയാണ് ആമിന ബീവി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നബിയുടെ ഉപ്പ അല്ല ഉമ്മയല്ല ജനിച്ചുവല്ല, കാരണം ഒരു സ്ഥലമാണ്. അപ്പോൾ 3 കാര്യങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ ഉള്ളത്. ഒന്നെങ്കിൽ നുബുവത്ത് കിട്ടിയ സ്ഥലം, അല്ലെങ്കിൽ ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ വഫാത്തായ സ്ഥലം. നമ്മളൊരു പാട്ട് പണ്ട് മുതലേ പാടി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നബിയുടെ പേരെന്ത്? പേര് മുഹമ്മദ് സല്ലല്ലാഹ്. അങ്ങനെ പറഞ്ഞ് നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. അപ്പോൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതാണ്. 40ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത്. 40 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എന്ത് ചെയ്തു? റസൂലിയത്ത്, നബിതങ്ങളെ അള്ളാഹു റസൂലായിട്ട് നിയോഗിച്ചു. ആ വിവരം ജിബ്രീൽ അലൈഹി സ്വലാം മുഖാന്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിയത്. ജിബ്രീൽ അലൈഹി സ്വലാം നബിതങ്ങളെ എടുത്തു വരുന്നതും നബിതങ്ങൾ കണ്ട് ഭയപ്പെടുന്നതും പിന്നെ ജിബ്രീൽ ഓതാൻ പറയുന്നതും ആ കഥകളൊക്കെ നമ്മൾ കേട്ടതാണ്. നബിതങ്ങളുടെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്ന് നബിതങ്ങളുടെ ഉപ്പയാണ്. നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ 6 മാസങ്ങൾക്ക് മുൻപ് ഉപ്പ മരണപ്പെടുകയുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് കാണുന്ന കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും വേർതിരിക്കാനാണ്. മദ്രസ നമുക്ക് കാണുന്നതാണ്, എന്നാൽ ജിന്നിനെ നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യനെ നമുക്ക് കാണാം, മലക്കിനെ നമുക്ക് കാണാൻ കഴിയില്ല. മലക്കിനെ അള്ളാഹുവിന് മാത്രമാണ്. മലക്കുകൾ എത്രയുണ്ടെന്നും മലക്കുകൾ ആരൊക്കെയാണെന്നും മലക്കുകളെ കാണാനും അവരെ നിയന്ത്രിക്കാനൊക്കെയുള്ള കഴിവ് അള്ളാഹുവിനാണ്. പെണ്ണ് നമുക്ക് കാണാം, പക്ഷേ പിശാചിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അള്ളാഹു നമുക്ക് എന്ത് തന്നു? അള്ളാഹുവാണ് എല്ലാം തന്നത്. പക്ഷേ അള്ളാഹു നമുക്ക് കാണാൻ വേണ്ടി കണ്ണ് തന്നു. ഓക്കെ, കണ്ണുള്ള മനുഷ്യർ എത്രയോ ഉണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷേ കാണാൻ പറ്റാത്ത, കാഴ്ചയില്ലാത്ത മനുഷ്യരാണ്. കണ്ണട വെച്ച് നടക്കുന്ന മനുഷ്യരുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കണ്ണട വെച്ച് നടക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ നമുക്ക് ഒരു കണ്ണടയോ ലെൻസോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് കണ്ണെങ്ങനെയാണോ അള്ളാഹു നമുക്ക് തന്നത് അതേപോലെ ഉള്ളവരുണ്ട്. അപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് കണ്ണ്. നമുക്ക് വസിക്കാൻ, നമുക്ക് താമസിക്കാൻ അള്ളാഹു വീട് തന്നു. വലിയൊരു അനുഗ്രഹമാണത്. കാരണം വീടില്ലാത്ത എത്രയോ മനുഷ്യർ തെരുവുകളിലും ചെറിയ ഓലപ്പുരകളിലും, ഓലപ്പുര വീട് തന്നെ കേട്ടോ, അഥവാ വീടില്ലാത്ത മനുഷ്യർ, തെരുവോരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ, സമാധാനവും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ എത്രയോ ഉണ്ട്. അള്ളാഹു നമുക്ക് സംസാരിക്കാൻ വായ തന്നു. അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു. നാവ് വലിയൊരു ദോഷം ചെയ്യുന്ന ഒന്നാണ്. അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ 2 കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടോ പറഞ്ഞത്. പിന്നെ അള്ളാഹു നമുക്ക് കേൾക്കാൻ വേണ്ടി ചെവി തന്നു. ചെവി കേൾക്കാത്ത മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എന്തൊരു പ്രയാസമാണെന്നറിയോ അവരനുഭവിക്കുന്നത്? ചെറിയ കാര്യങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ കഴിയില്ല. പിന്നെ അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. കാലില്ലാത്ത മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് കാലിൻ്റെ വില അറിയും. പിന്നെ ഫാത്തിർ എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ്, സൃഷ്ടാവ്, നിർമ്മാതാവ് എന്നൊക്കെയാണ് എന്ത് ഫാത്തിറിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് അൽ ഖാലിഖ്, സൃഷ്ടാവ്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് തന്നെ കേട്ടോ. ഖാലിഖുൽ അർള്, ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഖാലിഖുൽ ജബ്, വായു സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഖാലിഖുൽ മാ, വെള്ളം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഖാലിഖുൽ ഖൽക്ക്, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഓക്കെ, പിന്നെ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. ഓക്കെ, പിന്നെ മലക്കുകളുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കും. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് മലക്കുകൾ. പിന്നെ നബി ഹിജ്റ പോയത് 53ാമത്തെ വയസ്സിലാണ്. നുബുവത്ത് 40 കിട്ടി. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ മക്കയിൽ പ്രബോധനം നടത്തി. ഇപ്പോൾ 40, 10, 50, 53 വർഷം. ഓക്കെ, ശേഷം 10 വയസ്സിൽ. ഓക്കെ, പിന്നെ നബി വഫാത്തായത് 63ാമത്തെ വയസ്സിലാണ്. അഥവാ 40ാം വയസ്സ് വരെ മക്കയിൽ ജീവിച്ചു. നുബുവത്ത് കിട്ടി. 13 വർഷം പ്രബോധനം നടത്തി. ശേഷം മദീനയിലേക്ക് പോയി. മദീനയിൽ പോയി വീണ്ടും 10 വർഷം അവിടെ ജീവിച്ചു. ടോട്ടൽ 63 വർഷം നബി തങ്ങൾ ജീവിച്ചു. അതിൽ 6ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. നബി ജനിക്കുന്നതിൻ്റെ 6 മാസങ്ങൾക്ക് മുൻപ് ഉപ്പ മരിച്ചു. 25ാമത്തെ വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബഹുലമായ ഒരു ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചിട്ടുള്ളത്. അക്കീദയിൽ ഈ പാഠങ്ങൾ കൃത്യമായി നോക്കുക, കൃത്യമായി മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും.